നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവരിങ്ങ് എത്തിക്കോളും. അനീഷേട്ടൻ കൂടെ പോയിട്ടില്ലേ? അതെ, നീ പോയി നിന്റെ കാര്യം നോക്ക്. ഞങ്ങൾ എന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോ. നീ അനീഷിനെ വിളിച്ചു നോക്കും. അവനും കൂടെ പോയിരിക്കല്ലേ അവരെ വിളിക്കാൻ. ശരി. ഭദ്രം പെണ്ണാലോചിച്ചു വന്നത് നേരായ മാർഗത്തിലൂടെയാ. ഇവിടെ ഒരുത്തി ഒറ്റയ്ക്ക് ഒരുത്തനെയും വിളിച്ച് സുഖവാസത്തിന് പോയിരിക്കുന്നു. അതിനച്ഛനൊരു പരാതിയുമില്ല. ചേച്ചിക്ക് മുന്നേ അനിയത്തിയെ കെട്ടിക്കേണ്ടി വരുമെന്നാ എന്റെ പേടി. കെട്ടിക്കാൻ പ്രായമുള്ള പെങ്കൊച്ചുള്ളതാണെന്ന് ഞാൻ വിചാരിക്കില്ല. ആട്ടി വെച്ചു തരും. മുത്തശ്ശ, ഏട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇത്ര താമസിച്ചു? എന്തു പറ്റി? ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ വീട്ടിൽ വരെ കൊണ്ടാക്കി, അതാ താമസേ. മോളെ ഗോപിയെ, നീ കാരണം ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഒന്നും പറയണ്ട എന്റെ മുത്തശ്ശ. ഒരു കസ്റ്റമറെ സൈറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. തിരികെ വരുന്ന വഴി അയാളുടെ കാറിന്റെ ടയർ പഞ്ചറായി. അതാ പറ്റിയത്. ശരിക്കും ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. കസ്റ്റമർ പോലും. നീ ആ ഋഷ സാറിന്റെ കൂടെ അല്ലേടി പോയത്? അയാളുടെ കൂടെ കറങ്ങാൻ പോയിട്ട് വന്നു നിന്ന് കള്ളത്തരം പറയുന്നതിൽ എന്തെങ്കിലും ഉളുപ്പുണ്ടോ നോക്ക്. ദേ, നീ എന്നെ ചോദ്യം ചെയ്യാൻ നിക്കണ്ട. മുത്തശ്ശനോ ദേവികേച്ചോ ചോദിച്ചാ ഞാൻ മറുപടി പറഞ്ഞോളാം. എനിക്ക് ഇവരെ മാത്രം ബോധിപ്പിച്ചാ മതി. മനസ്സിലായോ? അല്ല, നീ ഈ പറഞ്ഞ കസ്റ്റമറിന് സ്ഥലം കാണിക്കാൻ നിന്റെ ഓഫീസിൽ ആണുങ്ങൾ ആരുമില്ലായിരുന്നോ? ദേ, ഞാനേ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട കാര്യമില്ല. ഇവള് ചോദിച്ചാൽ എന്താ തെറ്റ്? അഞ്ജിത നിന്റെ സഹോദരിയല്ലേ? ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഇവക്കുണ്ട്. അമ്മ അഞ്ജിത ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടെണ്ണത്തിന്റെ സ്വഭാവം എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതും പൊക്കി പിടിച്ചോണ്ടിരിക്കും. എന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. നീ നിന്റെ പെണ്ണും പിള്ളെ മര്യാദ പഠിപ്പിച്ചാ മതി. എന്നോട് വേണ്ട നിന്റെ അഭ്യാസമൊന്നും. അമ്മേ, എന്ത് കാര്യത്തിനും അവസാനം എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? ഞാൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞോ? നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേ. ജഡ്ജി അദ്ദേഹത്തിന്റെ വിചാരണ കഴിഞ്ഞെങ്കിലേ ഈ ഉള്ള പ്രതിക്കകത്തേക്ക് പോവായിരുന്നു. നീ കൂടുതലും നെകളിക്കല്ലേ. നീ ആരുടെ കൂടെ പോയതാണെന്നും എന്തിനു പോയതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മതി, നിർത്ത്. കുറെ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം വയ്ക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലാതായോ? അല്ല, ഇവള് നിർത്താനല്ലേ പറഞ്ഞത്? അകത്ത് കയറി പോസുള്ളൂ തന്നെ പോകാൻ. നിന്നോട് നീ പ്രത്യേകം പറയണോ അഞ്ജലേ? കയറിപ്പൊടി. മോളെ ദേവി, നീ ഇവളെയും കൂട്ടി അകത്തേക്ക് പോ. ഗോപിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. ശരി മുത്തശ്ശ, നടക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.